ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മന്ത്രത്തെ പറ്റിയിട്ടാണ്. ഒരു നാമമാണ്, എങ്കിലും ഒരു മന്ത്രം തന്നെയാണ്. ഈ ഒരു മന്ത്രം ഒരു മനുഷ്യൻ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അവന് എല്ലാ വിധത്തിലുള്ള ഭാഗ്യങ്ങളും ലഭിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ അവന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണം. ജപം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. കാരണം ഇതൊരു അത്ഭുത നാമമാണ്, മന്ത്രമാണ്. നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് ജപിച്ചത് കൊണ്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും ജപിച്ചത് കൊണ്ട് കാര്യമില്ല. സ്ഥിരമായി ജപിച്ചുകൊണ്ടിരിക്കുക. ദിവസവും വിളക്കു തെളിയിച്ചു വെച്ചിട്ട്, അതായത് നമ്മൾ എവിടെയാണോ വിളക്ക് തെളിയിക്കുന്നത്, പൂജാമുറിയെങ്കിൽ പൂജാമുറി, അതല്ല മറ്റെവിടെയെങ്കിലും ഹാളിലോ അങ്ങനെ എവിടെയെങ്കിലും ആണ് നമ്മൾ വിളക്ക് തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അങ്ങനെ അവിടെ വിളക്കു തെളിയിച്ച് വെച്ചിട്ട് വേണം ഈ ഒരു നാമം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. കഴിയുമെങ്കിൽ 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ജപിക്കുക. വിശേഷ ദിവസങ്ങളിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞത് 108 തവണ ജപിക്കുക. 108ൽ കൂടുതൽ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കഴിയുന്നതും ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ത്രിസന്ധ്യാസമയത്ത് ജപിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തവും രാഹുകാലവും ഒക്കെ നമ്മൾ അതിലൂടെ പറയുന്നുണ്ട്. കേരളത്തിലെയാണ് പറയുന്നത്. മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ സ്ഥലത്തെ സമയം പറഞ്ഞു കൊടുക്കുന്നതുമാണ്. കഴിയുന്ന എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങൾ, അതുപോലെ രോഹിണി നക്ഷത്ര ദിവസങ്ങൾ, കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ, ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു നാമം പ്രത്യേകിച്ച് എല്ലാ ദിവസവും ചെയ്യണം, എങ്കിലും പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ജപിക്കുക. 1008, 10008, ലക്ഷം തവണയൊക്കെ ജപിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ, നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കുറച്ചു കാലം അങ്ങനെ അങ്ങോട്ട് ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങും. അങ്ങനെ ലഭിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഉത്സാഹം വരും വീണ്ടും വീണ്ടും ജപിക്കാനായിട്ട്. വളരെ എളുപ്പമുള്ള ഒരു നാമമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, പുലയും ബാലായ്മയും ഉള്ള സമയത്ത് ജപിക്കാൻ പാടില്ല. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും കുളിച്ച് ശുദ്ധമായി വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ജപിക്കണം. അല്ലാതെ വിളക്ക് തെളിയിക്കാതെ ജപിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് തന്നെ ജപിക്കണം. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ജപിക്കുക. താഴെ ഇരുന്ന് ജപിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു തടുക്കോ അല്ലെങ്കിൽ ഒരു പായോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു തുണിയോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇരുന്നു കൊണ്ട് ജപിക്കുക. അല്ല, കസേരയിൽ ഇരുന്നു കൊണ്ടാണ് ജപിക്കുന്നതെങ്കിൽ അങ്ങനെ ജപിക്കുക. ജപമാല ഉപയോഗിച്ചിട്ട് ജപിക്കാം. അതല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ അങ്ങനെ ജപിക്കാം. 2 നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ഏറ്റവും കുറഞ്ഞത് 108. 1008 തവണയൊക്കെ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് ലഭിക്കും. അപ്രതീക്ഷിതമായ ലാഭം, ഭാഗ്യം, ഇതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ
അതിൻ്റെ കൂട്ടത്തിൽ ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം ജലം, അതുപോലെ തന്നെ ദീപം, ധൂപം, അതായത് ചന്ദനത്തിരി അങ്ങനെ എന്തെങ്കിലും ധൂപം ആയിട്ട് ഉണ്ടെങ്കിൽ, അതായത് ചന്ദനത്തിരി കാണും ചിലര്, മറ്റു ചില സാമ്പ്രാണി പോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുകയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള നല്ല ആ ഒരു സുഗന്ധമുള്ള ധൂപം കൂടി കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. അവിടെ മഹാലക്ഷ്മിയുടെ വാസമുണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രേഷ്ഠമാണ്. പഴമായിക്കോട്ടെ, കൽക്കണ്ടമായിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, അതൊക്കെ തന്നെ വളരെ നല്ലതാണ്. ഒരു ഗ്ലാസ് പാല് പഞ്ചസാര ഇട്ട് കാച്ചി, ഒരു ഏലക്കായും കൂടെ ചതച്ചിട്ട് കാച്ചി ആ ഒരു ഗ്ലാസ് പാല് സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതായത് പാലിൽ ഏലക്കയും പഞ്ചസാരയും ഇട്ട് കാച്ചിയ ആ പാല് അത് സമർപ്പിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അങ്ങനെ സമർപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു നാമം ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വഴിപാടായിട്ട്, അതായത് പ്രസാദമായിട്ടൊന്നും സമർപ്പിക്കാനില്ലെങ്കിൽ തെറ്റില്ല, സമർപ്പിക്കുന്നെങ്കിൽ അങ്ങേറ്റം ശ്രേഷ്ഠം. അല്പം പഞ്ചസാര മേടിച്ച് വെച്ചാലും മതി. ഒരു 1/2 കിലോ പഞ്ചസാര മേടിച്ച് വെച്ചിട്ട് ഓരോ സ്പൂൺ പഞ്ചസാര എല്ലാ ദിവസവും ഒരു കുഞ്ഞു പാത്രത്തിൽ ഇട്ടിട്ട് അത് വിളക്കിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അങ്ങനെ ആയാലും മതി. കൽക്കണ്ടവും വളരെ നല്ലതാണ്. ഈ പാലും ഏലക്കയും ഇട്ട് പഞ്ചസാരയും ഇട്ട് കാച്ചിയതും വളരെ വളരെ നല്ലതാണ്. പഴങ്ങൾ നല്ലതാണ്. നമുക്കിഷ്ടമുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും വഴിപാടുകളൊക്കെ സമർപ്പിക്കണമെങ്കിൽ അതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് വ്രതനിഷ്ഠയൊന്നും ആവശ്യമില്ല. ഈ ഒരു നാമം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് പുലയും പാലായ്മയും പീരീഡ്സും ഒന്നും ആകാൻ പാടില്ല. ശരീരശുദ്ധി, അതായത് പീരീഡ്സ് ആയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട്, ശരീരശുദ്ധി 7 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ, ചിലർക്ക് 8-9 ദിവസമാകും. അങ്ങനെയുള്ള ആളുകൾ അത്രയും ദിവസം കഴിയണം. ശരീരശുദ്ധി വരുമ്പോൾ 7 ദിവസമാണ് സാധാരണയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 8ാമത്തെ ദിവസം മുതൽ ഈ ഒരു നാമം ജപിക്കാവുന്നതാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ഒരു നാമം ജപിക്കാം. കൂടുതൽ ആവർത്തി ജപിക്കുമ്പോഴാണ് ഈ നാമത്തിന് ഫലം കൂടുതൽ ലഭിക്കുന്നത്. ഈ ഒരു നാമം കൂടുതൽ ആവർത്തി ജപിക്കുമ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണോ നമ്മൾ ജപിക്കുന്നത് ആ ഒരു അന്തരീക്ഷത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആവർത്തി കൂടുതൽ ജപിക്കുന്ന അനുസരിച്ചിട്ട് ഫലസിദ്ധി വേഗം വേഗം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഈ നാമം ഇവിടെ എഴുതി കാണിക്കാം. ഇതാണ് നാമം, ശ്രീം. ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ ഒരു അക്ഷരമാണ്. പക്ഷേ അതിശക്തിയായ ഒരു അക്ഷരമാണ് ശ്രീം എന്നുള്ളത്. എങ്ങനെ ജപിക്കണം? ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മുടെ കുലദേവത ആരാണോ നമ്മുടെ കുടുംബ പരദേവത, ആ ദേവതയെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് മനസ്സുകൊണ്ട് ഒന്ന് വന്ദിച്ചതിനു ശേഷം മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ശ്രീം 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 ഇങ്ങനെ ജപിക്കുക. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ജപിച്ചാൽ മതി, നിങ്ങൾക്ക് കേട്ടാൽ മതി. അല്ലാതെ അപ്പുറത്തെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്കോ അയലത്തുകാർക്കോ ഒന്നും കേൾക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ ജപം നിങ്ങൾക്ക് കേട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഈ ഒരു നാമം ജപിക്കുന്നുണ്ട്, നിങ്ങളും ജപിച്ചു കൊള്ളുക എന്ന നിലയിൽ മറ്റുള്ള ആളുകളോട് നിങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. ജപം, പ്രാർത്ഥന, ഉപാസന ഇങ്ങനെയുള്ള കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് ആളുകൾക്കാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ട്, ആരൊക്കെ ഈ ഒരു നാമം ജപിച്ചു തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണേറു ദോഷം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾ ഇത് കേൾക്കും, അവര് ജപിക്കും. ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കേൾക്കുവാനും അറിയുവാനും ജപിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അത് ജപിക്കും, അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും. അവിടെ പരസ്പരം, ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ പരസ്പരം ഈ ഒരു കാര്യം അറിയുന്നില്ല. നിങ്ങൾ ജപിക്കുന്നുണ്ടോ,
ജപിക്കുന്നില്ലേ, ആരൊക്കെ കേൾക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം ഈ ഒരു ജപം തുടർന്നു കൊള്ളുക. നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങളായിട്ട് മറ്റുള്ള ആളുകളോട് ഞാനിത് ജപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ പാടില്ല. ഉപാസന തികച്ചും വ്യക്തിപരമാണ്. അത് രഹസ്യ സ്വഭാവമുള്ളതാണ്. നമ്മൾ ഏതു ദേവതയാണോ ഉപാസിക്കുന്നത്, ഏത് മന്ത്രം കൊണ്ടാണോ നമ്മൾ ആ ദേവതയെ ഉപാസിക്കുന്നത് എന്നുള്ള കാര്യം തികച്ചും വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് ഗുരു ഉപദേശിച്ചു കൊടുക്കുന്നത് ഒരു ശിഷ്യന് ഒരു മന്ത്രം. ആ മന്ത്രം ആ ഗുരുവിനും ശിഷ്യനും മാത്രമേ അറിയുകയുള്ളൂ. ഒരിക്കലും ആ ശിഷ്യൻ മറ്റുള്ള ആളുകളോട് ഈ ഒരു മന്ത്രമാണ് എനിക്ക് എൻ്റെ ഗുരു ഉപദേശിച്ചു തന്നത് എന്നുള്ള കാര്യം പറയാറില്ല. അതുകൊണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. അത് ഈശ്വരനെ ഗുരുവായി കണ്ടുകൊണ്ട്, സർവശക്തനായ മഹാവിഷ്ണുവിനെ, ശ്രീഹരിയെ ഗുരുവായി കണ്ടുകൊണ്ട്, പരമഗുരുവായി കണ്ടുകൊണ്ട്, മഹാവിഷ്ണുവിനെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി വിളക്കു തെളിയിച്ച് ഒന്നുകിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ ത്രിസന്ധ്യാസമയത്തോ ജപിച്ചുകൊള്ളുക. ആവർത്തിച്ച് ജപിക്കുക. ജപം കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേഗം അതിൻ്റെ ഫലം ലഭിക്കും. അപ്രതീക്ഷിതമായ ലാഭമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലശ്രുതി. അതുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ശരീരശുദ്ധിയോടുകൂടി ജപിക്കുക. ശ്രദ്ധിക്കേണ്ടത് വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് തന്നെ ജപിക്കണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ മന്ത്രത്തിന് ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. അക്കാര്യമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രീം 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 ഇങ്ങനെ ജപിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.